Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. സൗത്ത് പോർട്ടിൽ ഡാൻസ് യോഗ ക്ലാസ്സിലേക്ക് പാഞ്ഞെത്തി 11 കുട്ടികളെ കുത്തിവീഴ്ത്തി 17കാരൻ. 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. തുറമുഖ പട്ടണമായ സൗത്ത് പോർട്ടിൽ കൗമാരക്കാരനായ അക്രമിയുടെ കുത്തേറ്റ് 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. സൗത്ത് പോർട്ടിലെ ഹാർട്ട് സ്ട്രീറ്റിൽ കുട്ടികൾക്കായി നടത്തുന്ന ഡാൻസ് യോഗ ക്ലാസ്സിലേക്ക് ഓടിക്കയറിയ അക്രമി കുത്തിവീഴ്ത്തിയത് 11 കുട്ടികളെയാണ്. ആക്രമണത്തിൽ പരിക്കേറ്റ 6 കുട്ടികളുടെ നില ഗുരുതരമാണ്. 2 മുതിർന്നവർക്കും സംഭവത്തിൽ പരിക്കുണ്ട്. 17 വയസ്സുള്ള അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം ഭീകരാക്രമണമല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 11:50 രാജ്യത്തെ നടുക്കിയ ഈ സംഭവത്തിൽ ചാൾസ് മൂന്നാമൻ രാജാവും പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഉൾപ്പെടെയുള്ള നേതാക്കളും നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തി. പരിക്കേറ്റ കുട്ടികൾ ലിവർപൂളിലെ ആൾഡർ ഹയർ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, എയിൻട്രി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ, സൗത്ത് പോർട്ട് ആൻഡ് ഫോംപൈ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ചികിത്സയിലാണ്. അക്രമിയെ തിരിച്ചറിഞ്ഞതായും ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധം ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്തതായും മേഴ്സിസൈഡ് പോലീസ് ചീഫ് കോൺസ്റ്റബിൾ ഷെരീന കെന്നഡി പറഞ്ഞു. കുട്ടികളെ അക്രമിയിൽ നിന്നും രക്ഷിക്കാൻ സധൈര്യം ശ്രമിക്കുന്നതിനിടെയാണ് പ്രായപൂർത്തിയായ 2 പേർക്ക് ഗുരുതരമായി കുത്തേറ്റതെന്ന് പോലീസ് വ്യക്തമാക്കി. 6 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായുള്ള ഡാൻസ് യോഗ ക്ലാസ് ആണ് ഇവിടെ നടന്നിരുന്നത്. ആക്രമണം നടത്താനുള്ള കാരണവും മറ്റു വിശദാംശങ്ങളും ഇനിയും വ്യക്തമായിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചു. സംഭവസ്ഥലത്തേക്ക് ടാക്സിയിലെത്തിയ യുവാവായ അക്രമി മാസ്ക് ധരിച്ചിരുന്നതായും ടാക്സി കൂലി കൊടുക്കാൻ വിസമ്മതിച്ചതായും ദൃക്സാക്ഷികളിൽ ഒരാൾ വെളിപ്പെടുത്തി. സങ്കല്പിക്കാനാവാത്ത ദുരന്തമാണ് ഈ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതെന്നും രാജ്യത്തെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുശോചനവും കുട്ടികളുടെ കുടുംബാംഗങ്ങളെ അറിയിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. NHS അഡ്മിൻ, പോളിസി മേക്കേഴ്സ് എന്നിവരുടെയെല്ലാം തീരുമാനങ്ങൾ രോഗികളെ സഹായിക്കുന്നതല്ല. BMA GP കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കാറ്റി ബ്രാമാൽ സ്റ്റെയ്നർ പറഞ്ഞു. ബാലറ്റ് അവസാനിക്കാനിരിക്കവേ GP-മാർ പ്രതിഷേധത്തിന് അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇത് നടപ്പായാൽ ഓഗസ്റ്റ് 1 മുതൽ രോഗികളുടെ എണ്ണം കുറയ്ക്കും. 2024-25 വർഷത്തേക്ക് അനുവദിച്ച 1.9% ഫണ്ടിംഗ് വർധന പര്യാപ്തമല്ല എന്നാണ് BMA വാദം. ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തനിക്ക് നിഷേധിക്കപ്പെട്ട ബിരുദ ചടങ്ങ് 41 വർഷത്തിന് ശേഷം മകനൊപ്പം നേടി 62കാരൻ. തനിക്കൊപ്പം താമസിച്ച സുഹൃത്തിന്റെ തത്ത ഉണ്ടാക്കിയ നാശങ്ങൾക്ക് പണം അടയ്ക്കുന്നതിനെ ചൊല്ലി യൂണിവേഴ്സിറ്റിയുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഗ്രാജുവേഷൻ ചടങ്ങ് നിഷേധിക്കപ്പെട്ട ജോൺ ക്ലോത്തിയർ 41 വർഷത്തിന് ശേഷം തന്റെ മകനൊപ്പം തൊപ്പിയും ഗൗണും അണിഞ്ഞ സന്തോഷത്തിലാണ്. 64.80 പൗണ്ട് ബില്ലിന്റെ പേരിലായിരുന്നു ക്ലോത്തിയറിന് ചടങ്ങ് നിഷേധിക്കപ്പെട്ടത്. ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിൽ ആർക്കിടെക്ചർ പഠിച്ച ജോൺ ക്ലോത്തിയർ 1983 തന്റെ സഹപാഠികൾക്കൊപ്പം ഗ്രാജുവേഷൻ പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിനൊപ്പം താമസിച്ച സുഹൃത്ത് വളർത്തിയിരുന്ന ഒരു തത്ത കൂട്ടിൽ നിന്ന് പറന്നു പോവുകയും യൂണിവേഴ്സിറ്റിയിൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾ വേറെ താമസ സ്ഥലം കണ്ടെത്തിയെങ്കിലും അവസാന ടേം വാടകയായ 64.80 പൗണ്ട് നൽകാൻ ക്ലോത്തിയർ വിസമ്മതിച്ചു. എന്നാൽ അന്ന് നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം അക്കോമഡേഷൻ ബില്ലുകൾ അടയ്ക്കുവാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അനുവദിച്ചിരുന്നെങ്കിലും ഗ്രാജുവേഷൻ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അതോടെയാണ് ക്ലോത്തിയറിന് തന്റെ ആഗ്രഹമായിരുന്ന ഗ്രാജുവേഷൻ ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ പോയത്. ഇപ്പോൾ 41 വർഷത്തിന് ശേഷം യൂണിവേഴ്സിറ്റി ബിൽ ഒഴിവാക്കാൻ തീരുമാനിച്ചതോടെയാണ് ബയോളജിയിൽ ബിരുദം നേടിയ 21കാരനായ ഇളയ മകൻ കാറ്ററിനൊപ്പം ബിരുദം നേടുവാൻ ക്ലോത്തിയറിനെ യൂണിവേഴ്സിറ്റി അനുവദിച്ചത്. ബ്രിട്ടനിൽ മദ്യപിച്ചുള്ള അപകട മരണങ്ങൾ ഏറ്റവും ഉയർന്ന നിലയിൽ. ബ്രിട്ടനിൽ ഒരു ദശകത്തിനിടെ മദ്യപിച്ചുള്ള അപകട മരണങ്ങൾ ഏറ്റവും ഉയർന്ന നിലയിൽ. 2022 ബ്രിട്ടനിൽ മദ്യപിച്ചുള്ള അപകട മരണങ്ങളിൽ 300 പേർ മരിച്ചതായി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. 2009 380 പേർ മരിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണിത്. ഇതിനുശേഷം വാർഷിക കണക്കുകൾ 260 അപ്പുറത്തേക്ക് പോയിട്ടില്ല. എന്നിരുന്നാലും കഴിഞ്ഞ ദശകത്തിൽ മദ്യപിച്ചുള്ള അപകടങ്ങളുടെ എണ്ണം കുറഞ്ഞതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. 2022 മദ്യപിച്ചുള്ള അപകട മരണങ്ങൾ റോഡ് അപകടങ്ങളുടെ 18%. കണക്കുകൾ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് റോഡ് സേഫ്റ്റി ചാരിറ്റി റോഡ് സ്മാർട്ട് പറഞ്ഞു. തുടർച്ചയായ 2ാം വർഷവും കണക്കുകളിൽ വർധനവുണ്ടെന്ന് ചാരിറ്റി ചൂണ്ടിക്കാണിച്ചു. മദ്യപിച്ച് ഡ്രൈവ് ചെയ്താൽ വലിയ പ്രശ്നമില്ലെന്ന് കരുതുന്നവർ പലപ്പോഴും അപകടം വരുത്തിവെക്കുന്നതായാണ് അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത്. കടുത്ത പിഴയും പെനാൽറ്റി പോയിന്റും വഴി ഇത് നിയന്ത്രിക്കാൻ അധികൃതർ ശ്രദ്ധിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടം, നിരവധി മരണം. വയനാട്ടിൽ മേപ്പാടി മുണ്ടക്കയിൽ ചൊവ്വാഴ്ച രാത്രിയും പുലർച്ചെയുമായി ഉണ്ടായ ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടം, നിരവധി പേർ കൊല്ലപ്പെട്ടു. കാണാതായവരുടെ എണ്ണവും അനവധിയാണ്. 2 തവണയുണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ 36 പേരുടെ മൃതദേഹം കണ്ടെത്തി. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് സൂചന.
പ്രദേശത്തെ നിരവധി വീടുകൾ ഒലിച്ചുപോയതായി നാട്ടുകാർ പറയുന്നു. വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വയനാട് ഇതുവരെ കാണാത്ത അത്ര വലിയ ദുരന്തമാണ് മേപ്പാടി മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായത്. 50-ലധികം പേർ ചികിത്സയിലുണ്ട്. നിരവധി പേരുടെ നില ഗുരുതരവുമാണ്. പുലർച്ചെ 1:30-നും 4 മണിക്കുമായി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ 2 തവണയാണ് ഉരുൾപൊട്ടിയത്. പ്രദേശത്തു നിന്ന് 10-ലധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയതായാണ് വിവരം. ഇതിൽ ഒരാൾ വിദേശിയാണ് എന്നും റിപ്പോർട്ട്. പ്രദേശത്ത് നിരവധി ഹോം സ്റ്റേകൾ ഉണ്ടായിരുന്നു. ഉരുൾപൊട്ടലിനെ തുടർന്ന് മലപ്പുറം പോത്തുക്കലിൽ ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി. പോത്തുക്കലിൽ നിന്നും 5 വയസ്സ് തോന്നിക്കുന്ന കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. മറ്റ് 2 പേരുടെയും മൃതദേഹങ്ങളും ഇതേ പ്രദേശത്തു നിന്ന് തന്നെയാണ് കണ്ടെത്തിയത്. സഹായം തേടി ആളുകളുടെ നിലവിളി കേട്ടാണ് പ്രദേശം ഉണർന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയും മുൻപേ പലരും മണ്ണിനടിയിലായി. 40ഓളം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടലിൽ ബാധിച്ചത്. അഗ്നിരക്ഷാസേനയും NDRF സംഘങ്ങളും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ 2 ഹെലികോപ്റ്റർ എത്തിക്കും. രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ യൂണിറ്റുകളും എത്തും. 2019 ഉരുൾപൊട്ടിയ പുത്തുമലയ്ക്ക് 2 കിലോമീറ്റർ സമീപമാണ് മുണ്ടക്കൈ. വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്കുള്ള ഏകപാലമായ ചൂരൽമല പാലവും പ്രധാന റോഡും തകർന്നതോടെ ഇവിടെ നിന്നുള്ള ഒരു വിവരങ്ങളും ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. രക്ഷാപ്രവർത്തകർക്ക് പ്രദേശത്തേക്ക് കടക്കാനോ ആളുകളെ പുറത്തെത്തിക്കാനോ സാധിച്ചിട്ടില്ല. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി. സഹായധനം പ്രഖ്യാപിച്ചു. പിന്തുണയുമായി രാഹുൽ ഗാന്ധിയും. വയനാട് ഉരുൾപൊട്ടലിൽ അഗാധമായ ദുഃഖമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെടുകയും സ്ഥിതിഗതികൾ ആരായുകയും ചെയ്തു. വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായം പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ദുരന്തത്തിൽ ദുഃഖമറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആശയവിനിമയം നടത്തി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ വിളിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനം വേണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രിമാരുമായി സംസാരിക്കുമെന്നും വയനാടിന് സാധ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടറുമായും ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. എല്ലാ UDF പ്രവർത്തകരും ഭരണകൂടത്തിനൊപ്പം ചേർന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അപകടം നടന്ന വയനാട്ടിലെ MP-യാണ് രാഹുൽ ഗാന്ധി. 3 ജില്ലകളിൽ കൂടി അവധി. സംസ്ഥാനത്ത് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 2 ജില്ലകൾ കൂടി അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോട്ടയം ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. നേരത്തെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, തൃശൂർ, പാലക്കാട്, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരുന്നത്. കാസർഗോഡ് ജില്ലയിലെ കോളേജുകൾ, സ്കൂളുകൾ, CBSE സ്കൂളുകൾ, ICSE സ്കൂളുകൾ, സെൻട്രൽ സ്കൂളുകൾ, അങ്കണവാടികൾ, മദ്രസകൾ എന്നിവയ്ക്ക് ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ അറിയിച്ചു. എന്നാൽ മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചത്. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ, സർവകലാശാല പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്നും അറിയിക്കുന്നു. പോലീസ് നിർദ്ദേശം. KSRTC വയനാട്ടിലേക്കുള്ള സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചു. വയനാട്ടിലെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നിന്നുള്ള KSRTC സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. പോലീസ് നിർദ്ദേശത്തെ തുടർന്നാണ് സർവീസുകൾ നിർത്തിവച്ചതെന്ന് KSRTC അധികൃതർ അറിയിച്ചു. മഴയുടെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരത്തിലടക്കം ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. വയനാട്ടിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് KSRTC ബസ് സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചതെന്ന് അധികൃതർ അറിയിക്കുന്നു. ഇനി ഒളിമ്പിക്സ് വാർത്തകൾ. പാരീസ് ഒളിമ്പിക്സിൽ മറ്റൊരു ഇന്ത്യൻ വനിതാ വീരഗാഥ കൂടി. മണിക ബത്രയ്ക്ക് ചരിത്ര നേട്ടം. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ വനിതകളുടെ കുതിപ്പ് തുടരുന്നു. ടേബിൾ ടെന്നീസിൽ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം മണിക ബത്ര സ്വന്തം പേരിനൊപ്പം എഴുതുകയാണ്. വനിതകളിൽ മറ്റൊരു താരം ശ്രീജ അകുലയും പ്രീ ക്വാർട്ടർ പ്രതീക്ഷയിലാണ്. പാരീസ് ഒളിമ്പിക്സിൽ അഭിമാന നേട്ടങ്ങൾ കൊയ്യുകയാണ് ഇന്ത്യൻ വനിതകൾ. മണിക ബത്ര ടേബിൾ ടെന്നീസിൽ അവസാന 16 ഇടം കണ്ടെത്തിയതാണ് ഏറ്റവും പുതിയ നേട്ടം. 1988 ടേബിൾ ടെന്നീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം പ്രീ ക്വാർട്ടറിലെത്തുന്നത്. ഫ്രാൻസിന്റെ പ്രിത്തിക പവാരയെ തോൽപ്പിച്ചാണ് മണികയുടെ മുന്നേറ്റം. മികച്ച സർവീസ് ഗെയിമാണ് ഇന്ത്യൻ താരത്തിന്റെ ജയത്തിൽ നിർണായകമായത്. ഏഷ്യൻ കപ്പ് ടേബിൾ ടെന്നീസിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം കൂടെയാണ് മണിക. വെങ്കല മെഡലായിരുന്നു അന്ന് മണിക ബത്രയുടെ നേട്ടം. ഒളിമ്പിക്സിൽ ഇന്ന് 4ാം ദിനം ഷൂട്ടിംഗിൽ മെഡൽ പ്രതീക്ഷ. ഹോക്കിയിൽ അയർലാൻഡിനെതിരെ. ഒളിമ്പിക്സിൽ 4ാം ദിനം ഷൂട്ടിംഗിലാണ് ഇന്ത്യയുടെ പ്രധാന മെഡൽ പ്രതീക്ഷകൾ. വെങ്കല മെഡലിന് വേണ്ടിയുള്ള മത്സരത്തിൽ മിക്സഡ് ഡബിൾസ് ടീം ഇന്നിറങ്ങും. 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ മനു ഭേക്കർ, സരബ്ജോത് സിംഗ് ആണ് മത്സരിക്കുക. ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിക്കുന്ന മത്സരത്തിൽ വോൺഹോ ലിയെ, ജിൻ ഒ സഖ്യമാണ് ഇവരുടെ എതിരാളികൾ. ഷൂട്ടിംഗിൽ പുരുഷന്മാരുടെ ട്രാപ്പ് വിഭാഗത്തിൽ
പൃഥ്വിരാജ് ട്വന്റിന്റെ യോഗ്യതാ മത്സരത്തോടെയാണ് 4ാം ദിനം ഇന്ത്യ ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 മുതലാണ് ഈ മത്സരം. 12:30 വനിതകളുടെ ട്രാപ്പ് യോഗ്യതാ റൗണ്ടിൽ ശ്രേയസ് സിംഗ് രാജേശ്വരി കുമാരി സഖ്യവും ഇന്ത്യയ്ക്കായി ഷൂട്ടിംഗ് റേഞ്ചിലെത്തും. 1:40 റോവിംഗിൽ പുരുഷന്മാരുടെ സ്കേൾസ് ക്വാർട്ടർ ഫൈനലിൽ ബൽരാജ് പൻവാറിന് മത്സരമുണ്ട്. 2:30 അശ്വാഭ്യാസത്തിൽ ഡ്രൈ സ്വിച്ച് വ്യക്തിഗത ഗ്രാൻഡ് പ്രീ ആദ്യ ദിനത്തിൽ അനുഷ് അഗർവാല മത്സരിക്കും. പുരുഷ വിഭാഗം ഹോക്കിയിൽ വൈകിട്ട് 4:45 ഇന്ത്യ 3ാം ഗ്രൂപ്പ് മത്സരത്തിന് ഇറങ്ങും. അയർലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. വൈകിട്ട് 5:14 അമ്പെയ്ത്ത് വ്യക്തിഗത വിഭാഗം റൗണ്ട് 32 അൻകിത് ഭാഗത്ത് മത്സരിക്കും. 5:27 ഇതേ ഇനത്തിൽ ഭജൻ കൗറിനും മത്സരമുണ്ട്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.62 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.